ക്രിസ്തു ഭാഗവതം എന്ന സംസ്കൃത മഹാകാവ്യത്തെ അധികരിച്ചുള്ള നിരൂപണ പരിപാടിക്ക് തൻ്റെ ചാനലിൽ അവസരം നൽകിയതിലൂടെ ഗുഡ്നസ് TV ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫാദർ ഡോക്ടർ അലക്സ് ചാലങ്ങാടി VC ഭാഷയ്ക്കും സാഹിത്യത്തിനും മഹത്തായ സേവനമാണ് നടത്തിയതെന്ന് ഉദ്ഘാടകൻ ജോർജ് ഓണക്കൂർ അഭിപ്രായപ്പെട്ടു. സംസ്കൃത സാഹിത്യത്തിന് ക്രൈസ്തവ പണ്ഡിതർ നൽകിയ സംഭാവനയെക്കുറിച്ച് ശ്രീ അലക്സാണ്ടർ ജേക്കബ് IPS സംസാരിച്ചു. ക്രിസ്തു ഭാഗവതം പോലെയുള്ള കാലം തമസ്കരിച്ച അപൂർവ ഗ്രന്ഥങ്ങളെ ആസ്പദമാക്കിയുള്ള നിരൂപണ പരിപാടികൾ ഗുഡ്നസ് TV ഇനിയും ഏറ്റെടുക്കണമെന്ന് ചടങ്ങിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സജ്ന S അഭിപ്രായപ്പെട്ടു. 1985 കേരള ഭാഷാ സാംസ്കാരിക വകുപ്പ് ക്രിസ്തു ഭാഗവതം മലയാള പരിഭാഷയോടുകൂടി പ്രസിദ്ധീകരിച്ചപ്പോൾ എഡിറ്ററായി പ്രവർത്തിച്ച ശ്രീ R രാമചന്ദ്രൻ നായർ വിശിഷ്ട അതിഥി ആയിരുന്നു. ചടങ്ങിന് അധ്യക്ഷത വഹിച്ച ഗുഡ്നസ് TV ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫാദർ ഡോക്ടർ അലക്സ് ചാലങ്ങാടി VC ഭർഗോ ദേവസ്യ ധീമഹിയുടെ പിന്നിട്ട നാൾ വഴികളെക്കുറിച്ച് സംസാരിച്ചു. യേശുക്രിസ്തുവിൻ്റെ സന്ദേശങ്ങളുടെ കാലിക പ്രസക്തിയെക്കുറിച്ച് റിട്ടയർഡ് സംസ്കൃതം പ്രൊഫസർ ശ്രീ V മാധവൻ പിള്ള പ്രസംഗിച്ചു. ചടങ്ങിൽ സ്വാഗത പ്രസംഗം നടത്തിയ ശ്രീ PC ദേവസ്യയുടെ മകൻ ശ്രീ ജെയിംസ് ദേവസ്യ ഗുഡ്നസ് TVയിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ഭർഗോ ദേവസ്യ ധീമഹിയുടെ മുഴുവൻ ടീം അംഗങ്ങളെയും സ്നേഹോപഹാരം നൽകി ആദരിച്ചു. ഡോക്ടർ S നീലകണ്ഠൻ അവതാരകനായിരുന്ന പരിപാടിയിൽ അതുല്യ പ്രാർത്ഥനാഗാനം ആലപിച്ചു. പ്രൊഫസർ PC ദേവസ്യയുടെ ശിഷ്യനും കാഞ്ഞിരപ്പള്ളി രൂപതാംഗവും സംസ്കൃത ഗവേഷകനും ഭർഗോ ദേവസ്യ ധീമഹിയുടെ ടീമംഗവുമായ ഫാദർ സണ്ണി കുരുവിള മണിയാക്കുംപാറ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. പ്രൊഫസർ PC ദേവസ്യ വിവർത്തനം ചെയ്ത് ക്രിസ്തു ഭാഗവതത്തിൽ ഉൾപ്പെടുത്തിയ സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥനാഗാനത്തിന് ശ്രീ പയസ് കൂട്ടുങ്കൽ, കാവ്യ വിനോദ് എന്നിവർ വേദിയിൽ നടത്തിയ സംഗീതാവിഷ്കാരം ശ്രദ്ധേയമായി. പരിപാടിയുടെ പ്രൊഡ്യൂസർ ശ്രീ സൗഭാഗ്യം കോയിൽ പറമ്പിൽ കൃതജ്ഞത രേഖപ്പെടുത്തി.